ഹായ് കുട്ടികളെ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പലർക്കും ഈ മോക്ക് ടെസ്റ്റൊക്കെ എഴുതാനായിട്ട്, കാരണം പഠിക്കുന്നൊക്കെ ഉണ്ട്, ബട്ട് കീമിൻ്റെയൊക്കെ ടെസ്റ്റ് പേപ്പറൊക്കെ എഴുതാൻ ഭയങ്കര മടിയായിട്ടുണ്ട്. ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാം, എടുക്കണമെന്ന് തോന്നുന്നുണ്ട്, ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെയുള്ള കേസൊക്കെ ഉണ്ട്. ചിലപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പം ഒന്നും മനസ്സിലാവുന്നില്ല. ക്വസ്റ്റ്യൻ എല്ലാം കൂടെ ഒന്ന് ഓടിച്ച് നോക്കിയപ്പോൾ തന്നെ അയ്യോ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഡൗട്ടൊക്കെ കാരണം അങ്ങനെ തന്നെ അടച്ചു വെച്ചിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കേണ്ട, നിങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട്. എല്ലാത്തിനും ഒരു 1 സ്റ്റെപ്പ് കൊണ്ടല്ലേ തുടങ്ങാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തുടങ്ങുക. നിങ്ങൾ ആ പറഞ്ഞ ഒരു 150 പ്രോബ്ലംസോളം 150 ക്വസ്റ്റ്യൻസോളം കാണും. അതിൽ പോട്ടെ നിങ്ങൾക്ക് 10 ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റിയുള്ളെങ്കിലും നിങ്ങളത് ചെയ്യുക. അറിയാവുന്നത് വായിക്കോട്ടെ, കുഴപ്പമില്ല, അറിയാവുന്നത് ചെയ്യുക. അറിയാത്തത് നമ്മൾ ജസ്റ്റ്, നിങ്ങളതിന് ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. എനിക്കിതൊന്നും അറിയത്തില്ലല്ലോ, എനിക്ക് കൂടുതലും അറിയാത്തയാണല്ലോ എന്നൊന്നും ടെൻഷൻ അടിക്കേണ്ട. ജസ്റ്റ് ഗോ ത്രൂ ഓൾ ദ ക്വസ്റ്റ്യൻസ്. എല്ലാ ക്വസ്റ്റ്യൻസും അറിയാവുന്നതെല്ലാം ചെയ്യുക. അത് നമ്മൾ റെഫർ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് പിന്നീട് ഇതൊന്നും ഡിസ്കഷൻ വേണ്ടിയുള്ള ടൈമൊന്നും കിട്ടിയില്ലെങ്കിലും ഓക്കെ, നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും ജസ്റ്റ് ഒന്ന് നോക്കുക, ഒന്ന് ഗോ ത്രൂ ചെയ്യുക. എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. കാരണം നമ്മളിപ്പം ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിക്കഴിയുമ്പം ഈവൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ന ചാപ്റ്ററിൽ ഇന്നതായിരിക്കും, ഈവൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇന്ന ചാപ്റ്ററിൽ ഇന്നതായിരിക്കും. ആ സെയിം പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 70 അല്ലെങ്കിൽ 68, 69, 70 ആ റേഞ്ചിൽ വന്നിട്ട് നമ്മൾ മാത്തമാറ്റിക്സിൽ നിന്ന് ജസ്റ്റ് ഫിസിക്സിലേക്ക് കൺവേർട്ട് ചെയ്യുവാണ്. പിന്നെ വരുന്നത് ഓരോ ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ, ഇങ്ങനെ ഓർഡറിൽ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം, ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എല്ലാം വന്നത്. ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരുമെങ്കിലും ഓൾമോസ്റ്റ് ഇതിൽ തന്നെയാണ് പോകുന്നത്. അപ്പം നമുക്ക് ഏകദേശം ആ ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാകും. നമ്മൾ എന്തായാലും ഒന്ന് നോക്കുക, ഗോ ത്രൂ ചെയ്യാൻ പറ്റും. കാരണം എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ചിലപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും തരുന്നുണ്ടാവുക, ചിലപ്പോൾ തിയറി ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ചിലപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ന്യൂമറിക്കൽസ്. അപ്പോൾ ഐദർ ന്യൂമറിക്കൽസ്, ചിലപ്പോൾ ന്യൂമറിക്കൽസിൻ്റെ പകരം കോൺസ്റ്റൻസ് തരാം, അതായത് ചിലപ്പോൾ വീൻ്റെ വാല്യൂ തരാം, ചിലപ്പം വിയുടെ വാല്യൂ ഡയറക്റ്റായിട്ട് തരാം, ഇല്ലെങ്കിൽ വീന്ന് തരാം. അങ്ങനെ കോൺസ്റ്റൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. ചിലപ്പോഴാണെങ്കിൽ അങ്ങനെ കോൺസ്റ്റൻ്റ് ഒന്നും അല്ലാതെ ഇങ്ങനെ തന്നെ ഡയറക്റ്റ് വാല്യൂസ് തന്നെ തരാം. അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പം വളരെ സിമ്പിളായിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസ് ആയിരിക്കും തരുന്നുണ്ട്. അപ്പോൾ ഈ 3 റേഞ്ചിൽ ചിലപ്പോൾ വളരെ സിമ്പിൾ, ചിലപ്പം ഭയങ്കര കോംപ്ലിക്കേറ്റഡ്, ചിലപ്പം ഇൻ ബിറ്റ്വീൻ ആവറേജ്, ഇതിൽ 3-ൽ ഏതിലെങ്കിലും ആയിരിക്കും തരുന്നത്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള, ജസ്റ്റ് നിങ്ങൾ സ്കൂളിലൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ കേട്ട് നമ്മൾ ബോർഡ് എക്സാമിനൊക്കെ പഠിക്കുന്നത് കൊണ്ട് തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ക്വസ്റ്റ്യൻസ് കാണാം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളത് നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ ഗോ ത്രൂ ചെയ്യുക, നിങ്ങൾ വായിക്കുക. ഇപ്പോൾ ഇറ്റ്സ് ലൈക്ക് നമ്മളിങ്ങനെ ഒരു സൈക്കിൾ ഓട്ടാൻ പഠിക്കില്ലേ, നിങ്ങൾ ആദ്യമായിട്ട് സൈക്കിൾ ഓട്ടാൻ പഠിച്ചപ്പോൾ എന്താ മെയിൻ റോഡിൽ പോയിട്ടാണോ സൈക്കിൾ ഓടിച്ചുകൊണ്ടിരുന്നത്, കൈ വിട്ട് സൈക്കിൾ അങ്ങ് ഓടിക്കുകയാണോ ചെയ്തത്? അങ്ങനെയൊന്നും അല്ലല്ലോ. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ചിലപ്പം നമുക്ക് സ്വന്തമായിട്ട് കിട്ടിയ സൈക്കിളായിരിക്കും, ഇല്ലെങ്കിൽ ചേച്ചിയുടെയോ ചേട്ടൻ്റെയോ അല്ലെങ്കിൽ കസിൻസിൻ്റെയോ ഫ്രണ്ടിൻ്റെയോ ഒക്കെ സൈക്കിളായിരിക്കും. അപ്പോൾ ആദ്യം അത് തൊട്ട് തലോടി അതിനെയൊക്കെ ഒന്ന് നോക്കി, പിന്നെ മെല്ലെ മെല്ലെ അതിനെ എടുത്തിട്ട് ഒന്ന് ഉരുട്ടി നോക്കുക, കയറാതെ തന്നെ ഒന്ന് ഉരുട്ടി, പിന്നെ മെല്ലെ കയറി കാല് കുത്തി മെല്ലെ ഓടിച്ചു. അത് കഴിഞ്ഞ് ചിലർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ബാക്കിൽ 2 വീൽ എക്സ്ട്രാ ഘടിപ്പിച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് മെല്ലെ മെല്ലെ ഓടിച്ചു പഠിച്ചു, അല്ലെങ്കിൽ ആരെങ്കിലും ബാക്കിൽ പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ മെല്ലെ നമ്മൾ ആദ്യം ഹൈ സ്പീഡിലൊന്നും അല്ലല്ലോ പോകുന്നത്, ആദ്യം മെല്ലെ ഓടിക്കാനൊന്ന് പഠിച്ചിട്ടാണ് നമ്മൾ പിന്നെ കൈവിട്ടും കാലുവിട്ടും ഒക്കെ അങ്ങോട്ട് പോകുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ നിങ്ങളും ആദ്യം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ ഒന്നും കാണാതെ, ഇപ്പോൾ നമ്മൾ എക്സാമിനാണ് ആദ്യമായിട്ട് ഈ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ കണ്ണ് തള്ളിപ്പോവും. അതുവരെ നമ്മൾ പിന്നെ ചെയ്യാം. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ബോർഡ് എക്സാം ഉണ്ട്, അതിന് തിരക്കേണ്ട എന്തൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ നിങ്ങൾ എന്തെങ്കിലും ഒരു വീഡിയോ കാണുന്ന സമയം, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈം, അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു ടൈം നിങ്ങൾ ജസ്റ്റ് 15 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ സ്പെൻഡ് ചെയ്ത് ആ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് അറിയാവുന്നത് ചെയ്യുക, അറിയാത്തത് നിങ്ങളൊന്ന് ഗോ ത്രൂ ചെയ്യുക, വിട്ടേക്കാം. അതെന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്കൊരു പരിചയം വരാൻ വേണ്ടിയാണ്, ഈ ക്വസ്റ്റ്യൻ വേണ്ടി നമുക്കൊരു പരിചയം വേണ്ടേ. അപ്പോൾ നമ്മൾ ഈ സൈക്കിൾ ഓടിക്കുന്ന മാതിരി തന്നെ നമ്മൾ മെല്ലെ അപ്പോൾ നിങ്ങളുടെ ഈ ബാക്കിലുള്ള 2 വീല് അല്ലെങ്കിൽ പിടിക്കുന്നതെന്നൊക്കെ പറയുന്നതാണ് ഞങ്ങൾ ഇങ്ങനെ ടീച്ചേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ ബുക്സ്, അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്കൊരു സപ്പോർട്ടാണ്. പക്ഷേ ആ സപ്പോർട്ടൊക്കെ ചെയ്ത്, അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ഞങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടും പുസ്തകത്തിൻ്റെ സപ്പോർട്ട്, അങ്ങനെയുള്ള എക്സ്റ്റേണൽ സപ്പോർട്ട് സ്വന്തമായിട്ട് പഠിച്ചുമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ സ്വന്തമായി അത് നമുക്കറിയത്തില്ലല്ലോ നമ്മൾ ഏത് പോയിന്റിലാണ് നമ്മൾ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചത്. നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് ഏതോ ഒരു പോയിന്റിൽ നമ്മൾ അങ്ങ് ഓടിച്ചു പോകും അല്ലേ, നമുക്ക് തന്നെ അറിയത്തില്ല എപ്പോഴാണ് നമ്മളത് പഠിച്ചതെന്ന് എക്സാക്ട്ലി നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പം ഒരു പോയിന്റ് നമുക്ക് അങ്ങോട്ട്
സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫാസ്റ്റ് ആക്കാം, കൂടുതൽ ട്രിക്സൊക്കെ നോക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ ബേസിക് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക, പ്രോബ്ലംസൊക്കെ ഒന്ന് മനസ്സിലാക്കുക, എങ്ങനെ രീതിയിലാണ് വരുന്നത്, ഏതൊക്കെ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് വരാൻ സാധ്യതയുള്ളത്. അതൊക്കെ കഴിയുമ്പോൾ നമ്മൾ പിന്നെ ആ ചാപ്റ്റർ പഠിക്കുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ആ ചാപ്റ്ററിൽ ഇങ്ങനെയുള്ള ഒബ്ജക്റ്റീവ് ടൈപ്സ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡിൽ അതിങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഇത്രയും പെട്ടെന്ന് 10 പ്രോബ്ലമെങ്കിൽ 10 പ്രോബ്ലം അതെങ്കിലും ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. പറ്റുന്ന അത്രയും പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ മോക്ക് ടെസ്റ്റ് ഉള്ളവർ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ഇഷ്ടമാതിരി ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്, അതും അല്ലെങ്കിൽ നമ്മുടെ തന്നെ വീഡിയോയിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അതിനകത്ത് എല്ലാം സോൾവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്തെങ്കിലും കുഴപ്പമില്ല, 2 3 പ്രാവശ്യം ചെയ്യുന്നതുകൊണ്ട് ഒന്നും ഒരു വിരോധമില്ല. ആ ക്വസ്റ്റ്യൻ മാത്രം നോക്കിയിട്ട് ആൻസർ സ്വന്തമായിട്ട് ചെയ്യുക. ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒന്നുകൂടെ എക്സ്പ്ലനേഷൻ കാണുക. എന്നിട്ട് അടുത്ത 1-2 ചാപ്റ്ററൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും റിവൈസ് ചെയ്ത് ഇതിലേക്ക് വരിക. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. പിന്നെ സിമ്പിൾ ക്വസ്റ്റ്യൻസ്, ഇതിനകത്തുള്ള ഓരോരോ വേർഡ്സ് വരെ നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ പറ്റുന്നുണ്ട് NCERT ടെക്സ്റ്റിൽ. അപ്പോൾ നിങ്ങൾ അപ്പോൾ അത് എന്തെങ്കിലും നമ്മളിപ്പോൾ പറയുന്ന എക്സ്പ്ലെയിൻ ചെയ്യുന്ന, ചിലപ്പോൾ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. നമ്മൾ പറഞ്ഞില്ലേ യൂണിഫോം സർക്കുലർ മോഷനിൽ അതിൻ്റെ സ്പീഡും വെലോസിറ്റിയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, ബട്ട് ഇറ്റ്സ് ഡിഫറെൻറ്റ് ബിക്കോസ് വെലോസിറ്റിക്ക് ഡയറക്ഷൻ വേറെയാണ്. അപ്പോൾ അതുപോലെ തന്നെ സില്ലി ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അത് വായിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്കത് ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് പഠിക്കാൻ നേരത്തെ നമുക്ക് കുറച്ചുകൂടെ ഒരു മനസ്സിൽ കുറച്ചുകൂടെ എൻഫോഴ്സ് ചെയ്ത് നമുക്കത് പഠിക്കാനും പറ്റും. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കുന്നതിന് ഒരു ബോറിങ് തോന്നത്തില്ല. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ദർ ഇസ് നോ ടൈം ലെഫ്റ്റ്. യു ഹാവ് ടു സ്റ്റാർട്ട് ഡൂയിങ് ദ പ്രോബ്ലംസ്. ചെയ്താൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റൂ. ചെയ്ത് നമുക്ക് പ്രാക്ടീസ് വരണം. കുറേ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് പിന്നെ വളരെ സ്പീഡിൽ ചെയ്യാൻ. കാരണം കീമിൽ വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ഉള്ളി പ്രോബ്ലം ഈസ് നമുക്ക് ഇതെല്ലാം ചെയ്ത് തീർക്കാനുള്ള ടൈം കിട്ടത്തില്ല, അല്ലെങ്കിൽ നമ്മൾ വളരെ സിമ്പിളായതുകൊണ്ട് ചിലപ്പോൾ തെറ്റ് സംഭവിക്കാം. അപ്പോൾ ഈ 2 കാര്യം, ടൈം കിട്ടാതിരിക്കുന്നതും തെറ്റ് സംഭവിക്കുന്നതും നമ്മുടെ പ്രാക്ടീസിൻ്റെ കുറവ് കൊണ്ടാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവരുത്. പഠിക്കുന്ന പ്രോബ്ലംസ്, പഠിക്കുന്ന പോർഷൻസ് നന്നായി പഠിക്കുക. ബാക്കിയുള്ള ടൈമിൽ അടുത്തതും കൂടെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ. അപ്പോൾ എല്ലാവരും നല്ല റാങ്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നന്നായി പരിശ്രമിക്കുക. നല്ല കോളേജിൽ കിട്ടി നല്ല റാങ്ക് എല്ലാവർക്കും കിട്ടട്ടെ. ഓക്കെ, ബൈ.